السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിലേക്ക് അവർക്ക് നേർമാർഗം പഠിപ്പിച്ചു കൊടുക്കാനും അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുമാണ് റസൂലുകളെ, പ്രവാചകന്മാരെ നിയോഗിച്ചത്. ആ പ്രവാചകന്മാരിലെല്ലാം ഒരു വേർതിരിവില്ലാതെ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. എല്ലാവരും അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും പ്രവാചകനിലും വിശ്വസിക്കുന്നതാണ് മുഅ്മിനീങ്ങൾ. ഒരു പ്രവാചകന്റെ ഇടയിലും ഒരു പ്രവാചകന്മാരുടെ ഇടയിലും വേർതിരിവ് കാണിക്കില്ല. അതുകൊണ്ട് ഉദ്ദേശം ചില ആളുകളെ വിശ്വസിക്കുകയും ചില പ്രവാചകരെ വിശ്വസിക്കുകയും ചിലരെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഉസൈർ നബി അലൈഹിസ്സലാം വരെ അവർ വിശ്വസിക്കുന്നു. നബിയായിട്ടല്ല, അള്ളാഹുവിന്റെ മകനായിട്ടാണെങ്കിൽ കൂടി നിയോഗിതനാണ് എന്ന് വിശ്വസിക്കുന്നു. നസാറാക്കളെ സംബന്ധിച്ചോളം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ അംഗീകരിക്കുന്നു, വിശ്വാസത്തിലെ പിഴവ് ഉണ്ടെങ്കിൽ കൂടി. പക്ഷേ ജൂതന്മാർ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അംഗീകരിക്കുന്നില്ല. നസാറാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ല, രണ്ടു കൂട്ടരും. എന്നാൽ മുഅ്മിനീങ്ങൾ ഉസൈർ നബി ആവട്ടെ, ഈസാ നബി ആവട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവട്ടെ, ഏതൊക്കെ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നു. ആ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം, സക്കരിയ നബിയുടെ മകൻ യഹ്യ ഇബ്നു സക്കരിയ. സക്കരിയ നബി അലൈഹിസ്സലാം വളരെ വൃദ്ധനായിട്ട്, ഭാര്യ വന്ധ്യയാണ്, മക്കളില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ, മക്കൾ ഉണ്ടാവില്ല എന്ന് വരെ ധരിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മറിയം അലൈഹിസ്സലാമിന്റെ ഉത്തരവാദിത്വം, കൈകാര്യത്വം നോക്കി നടത്തിയിരുന്നത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. ഒരു ദിവസം മറിയം ബീവിയുടെ അടുക്കിലേക്ക് മറിയം ബീവിക്കുള്ള ഭക്ഷണവുമായിട്ട് വരുന്ന സമയത്താണ് ആ കാലത്ത് ലഭിക്കാത്ത പഴവർഗ്ഗങ്ങൾ മറിയം അലൈഹിസ്സലാമിന്റെ അടുത്ത് കാണുന്നത്. അപ്പൊ സക്കരിയ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എവിടുന്നാണ്? എന്റെ അള്ളാഹുവിന്റെ നിന്നാണത്. മറിയം അലൈഹി ഇസ്ലാം പറഞ്ഞു. ഈ സമയത്താണ് സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ചുള്ള ആ കാലത്ത് കിട്ടാത്ത പഴം അവിടെ നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ദൃഷ്ടാന്തം കണ്ട സമയത്ത് സക്കരിയ നബി അലൈഹി ഇസ്ലാം അപ്പോൾ അള്ളാഹിനോട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹ്, എനിക്കൊരു കുട്ടിയെ വേണം, എനിക്കൊരു മകനെ വേണം, ത്വയ്യിബായ, ഏറ്റവും നല്ല സ്വഭാവമുള്ള നല്ലൊരു കുട്ടിയെ, സ്വാലിഹായ ത്വയ്യിബായ ഒരു കുട്ടിയെ എനിക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ സന്തോഷ വാർത്ത അറിയിക്കുന്നത്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ, നിനക്ക് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിനക്കൊരു മകനെ നൽകിയാണ്, യഹ്യ എന്നാണ് അവന്റെ പേര്. ഇതിനു മുമ്പ് ഒരാൾക്കും ഞാൻ ഈ പേര് നൽകിയിട്ടില്ല, ഈ പേരുള്ള ആളുണ്ടായിട്ടില്ല. യഹ്യ നബി അലൈഹി ഇസ്ലാം ചെറുപ്പം മുതൽ തന്നെ, വളർന്ന കാലം മുതൽ തന്നെ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു കുട്ടിയായിരുന്നു. മറ്റുള്ള കുട്ടികൾ, നമുക്ക് ചരിത്രങ്ങളിൽ കാണാം, മറ്റുള്ള കുട്ടികൾ ജന്തുജീവജാലങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന സമയത്ത് യഹ്യ നബി അലൈഹി ഇസ്ലാമിനൊന്നും പോവില്ല. വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതാണ് വിശുദ്ധ ഖുർആനിൽ. അല്ലാഹു തആല പറഞ്ഞു, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ്വ വആതൈനാഹുൽ ഹുക്മ സബിയ്യ. യഹ്യ, നീ കിതാബ്, ഉദ്ദേശിക്കുന്നത് തൗറാത്ത്, അതായത് ഇൻജീൽ, തൗറാത്ത്,
അത് നീ ശക്തമായി പിടിച്ചോളൂ, എന്റെ കൽപ്പനകളെ ശക്തമായി നീ അനുസരിച്ചോളൂ, പിടിച്ചുകൊള്ളുക. വആതൈനാഹുൽ ഹുക്മ സബിയ്യ, നിനക്ക് ഞാൻ ചെറുപ്പത്തിൽ തന്നെ നിനക്ക് ഹിക്മത്ത് നൽകിയിട്ടുണ്ട്. വഹനാനം മിൻ ലദുന്ന വസകാതൻ വകാന തഖിയ്യ, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും ഒരുപാട് പ്രത്യേകങ്ങളും എല്ലാം നൽകിയിട്ടുള്ള തഖ്വയുള്ളവനായിരുന്നു യഹ്യാ നബി അലൈഹിസ്സലാം. വബർറം ബിവാലിദൈഹി വലം യകുൻ ജബ്ബാറൻ അസിയ്യ, മാതാപിതാക്കളോട് ബിർറ് ചെയ്യുന്ന, അഹങ്കാരിയല്ലാത്ത, അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവമുള്ള. വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ, ആ യഹ്യാ നബി അലൈഹി ഇസ്ലാമിന്റെ മേലെ യഹ്യാ നബി അലൈഹി ഇസ്ലാം ജനിച്ച ദിവസം, മരണപ്പെടുന്ന ദിവസം, ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദിവസം സമാധാനം ഉണ്ടായിരിക്കുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട്. യഹ്യാ നബി അലൈഹി ഇസ്ലാം, സക്കറിയ നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ. ഈ യഹ്യാ നബി അലൈഹി ഇസ്ലാം ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അതേ കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഈ രണ്ട് പ്രവാചകന്മാരും ഇബ്നു ഖാലത്താണ്, അതായത് അമ്മായിയുടെ മക്കൾ എന്ന് പറയും. മറിയം അലൈഹിസ്സലാമിന്റെ സഹോദരിയാണ് സക്കരിയ നബി അലൈഹിസ്സലാം വിവാഹം കഴിച്ചിരുന്നതെന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ വരുമ്പോ ഈസാ നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം, ഇബ്നു ഖാലത്ത് അമ്മായിമാരുടെ മക്കളാണെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഈ യഹ്യാ നബി അലൈഹിസ്സലാം വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുക പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഭരണാധികാരി കൊല്ലുകയാണ് ഉണ്ടായത്. ആ ചരിത്രം കൂടി നമ്മളൊരു ആമുഖമായിട്ട് പറയാൻ. യഹ്യാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് അക്രമിയായൊരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരിയുടെ സഹോദരന്റെ മകൾ, ചരിത്രത്തിൽ ആ സ്ത്രീയുടെ പേര് സലോമി എന്നാണ്. ആ സ്ത്രീ തന്റെ മൂത്താപ്പയായ ആ രാജാവിന്റെ കൂടെ ഒരുമിച്ച് ഭാര്യയായിട്ട് രാജ്യം ഭരിക്കണം, രാജ്ഞിയായി ജീവിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഹറാമായ ബന്ധമാണ്, വിവാഹം നിഷിദ്ധമായ ബന്ധമാണ്. പക്ഷേ ആ ആഗ്രഹം നടപ്പിലാക്കാൻ നിൽക്കുന്ന സമയത്ത് യഹ്യാ നബി അലൈഹി ഇസ്ലാം ശക്തമായി പറഞ്ഞു, ഇത് നിഷിദ്ധമായ വിവാഹമാണ്, അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആളുകളിലേക്ക് ഉത്ബോധനം നൽകി. ഇതറിഞ്ഞ ഈ സലോമി എന്നുള്ള ഈ സ്ത്രീ ഭരണാധികാരിയായ ഈ ദുഷ്ടനായ അക്രമിയായ രാജാവിന്റെ മുമ്പിൽ ചെന്ന് ആ രാജാവിന്റെ തൃപ്തി നേടുന്ന പ്രവർത്തനം ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് നമ്മളെ തരം താഴ്ത്തിയ, നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ തല എനിക്ക് വെട്ടിക്കൊണ്ടുവന്ന് നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് കൽപ്പിക്കുകയും യഹ്യാ നബി അലൈഹിസ്സലാമിനെ കഴുത്ത് അറുത്ത് തല വെട്ടുകയും ആ തല വ്യഭിചാരിണിയായ ഈ പെണ്ണിന്റെ അടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയുമാണ് ഉണ്ടായത്. മുൻകഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട്, നമ്മൾ ജൂതന്മാരെ പറ്റി പറയുമ്പോൾ, ബനൂ ഇസ്രായേലിനെ പറ്റി പറയുമ്പോൾ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളിലേക്ക് വന്ന പ്രവാചകന്മാരെ നിങ്ങൾ വധിച്ചു. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ മരണം അങ്ങനെയായിരുന്നു. ഇവിടെ നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞിരുന്ന ഒരു ഹദീസ്, അൽ ഹാരിസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, ഇമാം തിർമിദി, ഇമാം ഹാക്കിം പോലെയുള്ള ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ അമറ യഹ്യ ഇബ്ന സക്കരിയ بخمس كلمات أن يعمل بها ويأمر بني إسرائيل أن يعملوا بها. الله سبحانه وتعالى യഹ്യാ നബി അലൈഹിസ്സലാം അഥവാ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിസ്സലാം, യഹ്യാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു 5 വാക്കുകളെ കൊണ്ട്, അഥവാ 5 കാര്യങ്ങളെ കൊണ്ട്. അൻ യഅമല ബിഹാ, യഹ്യാ നബി അലൈഹിസ്സലാം അതുകൊണ്ട് അമൽ ചെയ്യണം. വയഅ്മുറ ബനി ഇസ്രായീല അൻ യഅമലൂ ബിഹാ, യഹ്യാ നബി അലൈഹി ഇസ്ലാം കർമ്മം ചെയ്താൽ മാത്രം പോരാ, ബനൂ ഇസ്രായേലുകളെ അതനുസരിച്ച് കർമ്മം ചെയ്യാൻ കൽപ്പിക്കുകയും വേണം. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഓരോ വാചകങ്ങളായിട്ട് ഹദീസിനെ മനസ്സിലാക്കാം. ഇത് പറയുമ്പോ ഈ വാചകത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഒന്നാമത്തെ പാഠം, ഏത് കാര്യവും നാം കൽപ്പിക്കുമ്പോ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഒന്നാമത് പറഞ്ഞത് എന്താ? ആ പ്രവാചകനോട് കർമ്മം ചെയ്യാൻ, എന്നിട്ട് മറ്റുള്ളവരോട് കൽപ്പിക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ബനൂ ഇസ്രായേലുകളിലെ പണ്ഡിതന്മാരോട് അല്ലാഹു തആല ചോദിച്ച ചോദ്യം, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും, നിങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു, പുണ്യത്തെക്കുറിച്ച് കൽപ്പിക്കുന്നു, എന്നാൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ നിങ്ങളത് മറന്നു കളയുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാത്തൊരു കാര്യം ആളുകളോട് കൽപ്പിക്കുക എന്നുള്ളത്. അല്ലാഹു തആല ചോദിച്ചില്ലേ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്ത കാര്യം നിങ്ങൾ കൽപ്പിക്കുകയാണോ?
വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇവിടെ ആദ്യത്തെ തന്നെ യഹ്യാ നബി അലൈഹി ഇസ്ലാമോട് കർമ്മം ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് മറ്റുള്ളവരോട് കൽപ്പിക്കാനും പറഞ്ഞു. അങ്ങനെ ഈ കാര്യം ആളുകളോട് പറയുന്നതിൽ, ബനൂ ഇസ്രായേലുകളെ അറിയിക്കുന്നതിൽ യഹ്യാ നബി അലൈഹി ഇസ്ലാം കുറച്ച് സമയമെടുത്തു, ഒന്ന് സാവധാനമായി. ആ സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, നാം പറഞ്ഞു ഒരേ കാലഘട്ടത്തിലാണ് ആര്, യഹ്യാ നബി അലൈഹി ഇസ്ലാമും ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിക്കുന്നത്, കസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, ഇന്നല്ലാഹ അമറക ബിഖംസി കലിമാത്തിൻ ലിതഅമല ബിഹാ വതഅമുറ ബനി ഇസ്രായീല അൻ യഅമലൂ ബിഹാ ഫഇമ്മാ അൻ തഅമുറഹും വഇമ്മാ അൻ ആമുറഹും. യഹ്യാ, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങൾ കൊണ്ട് കൽപ്പിച്ചു, നിങ്ങളോട് പ്രവർത്തിക്കാനും അത് ബനൂ ഇസ്രായേലോട് കൽപ്പിക്കാനും. നിങ്ങളത് കൽപ്പിക്കുന്നുണ്ടോ അതോ ഞാനത് കൽപ്പിക്കണോ? നിങ്ങളത് കൽപ്പിക്കുന്നുണ്ടോ അതോ ഞാനത് കൽപ്പിക്കണോ എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാമിനോട് ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു. അപ്പൊ യഹ്യാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, അഖ്ശാ ഇൻ സബഖതനി ബിഹാ അയ്യുഖ്സഫ ബി ഔ ഉഅദ്ദബ്. ഞാൻ ഭയപ്പെടുന്നു, നിങ്ങളെങ്ങാനും, ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, നിങ്ങളെങ്ങാനും എന്നെ മുൻകടന്നിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള ശിക്ഷയെയും അള്ളാഹു എന്നെ തരം താഴ്ത്തുന്നതിനെല്ലാം ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യഹ്യാ നബി അലൈഹി ഇസ്ലാം ഫജമഅ അന്നാസ ഫീ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൽ യഹ്യാ നബി അലൈഹി ഇസ്ലാം ബനൂ ഇസ്രായേലോട് വരാൻ പറഞ്ഞു, ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി. ഫംതലഅൽ മസ്ജിദു വഖഅദു അല ശുറഫ്, മസ്ജിദ് നിറഞ്ഞു കവിഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ മച്ചിലും അതിന്റെ മതിലുകളിലും എല്ലാം മേലെ കയറി നിൽക്കുന്ന, മസ്ജിദ് നിറഞ്ഞിട്ട് സ്ഥലമില്ലാതെ വരാന്തയിലും എല്ലാം നിൽക്കുന്നത്ര ആളുകളെ കൊണ്ട് നിറഞ്ഞു. എന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാം മസ്ജിദിന്റെ മിമ്പറിൽ കയറി ജനങ്ങളോട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനി ബിഖംസി കലിമാത്തിൻ അൻ അഅമല ബിഹിന്ന വആമുറകും അൻ തഅമലൂ ബിഹിന്ന. അല്ലാഹു തആല എന്നോട് 5 കാര്യങ്ങളെ പറ്റി കൽപ്പിച്ചിട്ടുണ്ട്, എന്നോട് അമല് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളോട് കൽപ്പിക്കാൻ. എന്നിട്ട് ഓരോന്നായിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാം കൽപ്പിക്കാൻ. എന്നിട്ട് പറഞ്ഞു, അവ്വലുഹുന്ന, അതിൽ ഒന്നാമത്തെ കാര്യം, അൻ തഅബുദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ. അൻ തഅബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുകയുള്ളൂ. വലാ തുശ്രികൂ ബിഹി ശൈആ, ഒന്നിനെയും അതിൽ പങ്കുചേർക്കാൻ പാടില്ല. നമുക്കറിയാം, ഏതൊരു പ്രവാചകന്റെയും ദഅവത്തിന്റെ തുടക്കം, മിഫ്താഹു ദഅവത്തി റസൂൽ, ഏതൊരു പ്രവാചകന്റെയും ദഅവത്തിന്റെ തുടക്കം എന്നുള്ളത് തൗഹീദാണ്. അത് പറയാത്ത ഒരു പ്രവാചകനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. ഏതൊരു ഉമ്മത്തിലേക്കും പ്രവാചകനെ നിയോഗിക്കുമ്പോ അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. പ്രവാചകന്മാർ പറഞ്ഞു, അല്ലാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, താഗൂത്തുകളെല്ലാം ഒഴിവാക്കണമെന്ന്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഏത് പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയാതെ. അപ്പൊ എല്ലാ പ്രവാചകന്മാരും തൗഹീദിന്റെ മഹത്വവും പ്രാധാന്യമാണ് നാം ഈ പറയുന്നത്. ഏത് പ്രവാചകന്റെയും ദഅവത്തിന്റെ അടിസ്ഥാനം, കാമ്പ് എന്നുള്ളത് അത് തൗഹീദാണ്. അവൻ യഹ്യാ നബി അലൈഹി ഇസ്ലാം ഒന്നാമത് പറഞ്ഞു. എന്നിട്ട് യഹ്യാ നബി അലൈഹി ഇസ്ലാം ഈ തൗഹീദിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഉപമ പറയുകയാണ്. ഈ 5 കാര്യത്തിനും ജനങ്ങൾക്ക് മനസ്സിലാവാൻ യഹ്യാ നബി അലൈഹി ഇസ്ലാം ഉപമ പറയുന്നുണ്ട്. ഈ 5 കാര്യത്തിൽ അതാണ് ഇതിൽ ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്. ഈ ഹദീസ് ഇതൊരു ഹദീസാണ്, ഒരു ഹദീസിന്റെ വിശദീകരണം മാത്രമാണ്. ഇതിൽ യഹ്യാ നബി അലൈഹി സ്വലാം ഉപമ പറയാണ്, വ ഇന്ന മസല മൻ അശ്റക ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമസലി റജുലിൻ ഇഷ്തറ അബ്ദൻ മിൻ ഖാലിസി മാലിഹി ബിദഹബിൻ ഔ വറഖിൻ. ഒരു വ്യക്തി, ആ വ്യക്തി ഒരു അടിമയെ വാങ്ങി. അവൻ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊടുത്ത്, സ്വർണം കൊടുത്ത്, വെള്ളി കൊടുത്ത്, അവന്റെ സ്വന്തം ഇത് കൊടുത്തിട്ട് ഒരാള് ഒരു അടിമയെ വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിയിട്ട് ഈ അടിമയോട് യജമാനൻ പറഞ്ഞു, ഹാദിഹി ദാരി വഹാദാ അമലി, ഇതാണ് നിന്റെ വീട്,
ഇതാണ് നിന്റെ ജോലി. അതായത് യജമാനന്റെ സ്വത്തും സമ്പത്തും കാര്യമൊക്കെ കാണിച്ചു കൊടുത്ത്, ജോലിയൊക്കെ പറഞ്ഞു കൊടുത്ത്, എല്ലാ കാര്യങ്ങളും കൊടുത്ത്, ഈ യജമാനാണ് അവന് ചെലവിന് കൊടുക്കുന്നത്, യജമാനാണ് അവന് വാങ്ങിയത്, യജമാനാണ് അവന് ഭക്ഷണം ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇതാണ് നിന്റെ ജോലി. എന്നിട്ട് പറഞ്ഞു ഫഅമൽ വഅദ്ദി ഇലയ്യ, പിന്നെ നീ പ്രവർത്തിക്കുക, നീ നിന്റെ ജോലി ചെയ്യുക, എന്നിട്ട് അതിന്റെ ലാഭം നീ എനിക്ക് കൊണ്ടുവന്ന് തരിക. യജമാനൻ വാങ്ങിയതാണ് അടിമയെ. എന്നിട്ട് അടിമയോട് പറയാണ് നീ ജോലി ചെയ്തിട്ട് നിന്നെ ഏൽപ്പിച്ച ജോലി ചെയ്യുക, എന്നിട്ട് അതിന്റെ ലാഭം എനിക്ക് കൊണ്ടുവന്ന് തരാം. ഫകാന യഅമൽ, അവൻ ജോലി ചെയ്തു. വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി, അവൻ ചെയ്ത ജോലിയുടെ ലാഭം എന്തു ചെയ്തു? ഇവന്റെ ഈ യജമാനനല്ലാത്ത മറ്റൊരാൾക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനോട് ചോദിക്കുകയാണ് ഫഅയ്യുകും യർളാ അയ്യകൂന അബ്ദുഹു കദാലിക്, ആരെങ്കിലും തൃപ്തിപ്പെടുവോ അങ്ങനൊരു അടിമ ഉണ്ടാവുന്നത്? ആരെങ്കിലും തൃപ്തിപ്പെടുവോ? ഈ 5 കാര്യങ്ങളും യഹ്യാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളോടും കൂടിയിട്ടുള്ളതാണത്. അള്ളാഹു യഹ്യാ നബി അലൈഹി ഇസ്ലാമോട് കൽപ്പിച്ചു, യഹ്യാ അലൈഹി സ്വലാം ബനൂ ഇസ്രായേലോട് കൽപ്പിച്ചു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു എന്ന് പറഞ്ഞാൽ നമ്മളോടും കൂടിയുള്ളതാണ്. ഇവിടെ ചോദിക്കുന്നത് വളരെ നല്ലൊരു ഉപമയും നല്ല ചിന്തിക്കാൻ, ഒരു ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനുള്ള ഉപമയാണത്. ആരെങ്കിലും തൃപ്തിപ്പെടുവോ ഇങ്ങനെ അടിമണ്ടാവുന്നത്? താൻ തന്റെ കഷ്ടപ്പെട്ട സമ്പത്ത് കൊണ്ട് വാങ്ങിയ ഒരു അടിമ താൻ ജോലി കൊടുത്തിട്ട്, താൻ ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ ലാഭം വേറൊരാൾക്ക് കൊണ്ട് കൊടുക്കുന്നത് ഒരിക്കലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളിൽ നിന്ന് ശിർക്കിനെ തൃപ്തിപ്പെടൂല, കുഫ്റിനെ തൃപ്തിപ്പെടൂല. ഇത് ഒരു മുശ്രിക്കിന്റെ ഉദാഹരണം പറഞ്ഞതാണ്. വലാ യർളാ ലിഇബാദിഹിൽ കുഫ്ർ, അല്ലാഹു തആല അടിമകളിൽ നിന്ന് കുഫ്ർ ഇഷ്ടപ്പെടില്ല. ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, അതുകൊണ്ടാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് കർമ്മമാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഇവിടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അധികാരപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ മലിക് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു തആല ചോദിക്കുന്നുണ്ട് കൈഫ തക്ഫുറൂന ബില്ലാഹ്, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിൽ കുഫ്ർ കാണിക്കുക, എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കുക? വകുൻതും അംവാതൻ ഫഅഹ്യാകും, നിങ്ങൾ മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു, പിന്നെ ജീവനോടെ വന്നു. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വെറും മാംസപിണ്ഡമായിട്ട് അവിടെ നിന്ന് ജീവൻ കിട്ടി, ജീവനോടുകൂടി പുറത്തേക്ക് വന്നു. സുമ്മ യുമീതുകും സുമ്മ യുഹീകും, പിന്നെ നിങ്ങൾ മരണപ്പെടുന്നു, പിന്നെ വീണ്ടും ജീവൻ വെക്കുന്നുണ്ട്. സുമ്മ ഇലൈഹി തുർജഊൻ, അങ്ങനെ അള്ളാഹുലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യും. ആർക്കതിൽ അധികാരമുള്ളത്? വേറെ ആർക്കെങ്കിലും ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുട്ടിയുടെ രൂപം നൽകുന്നതിലോ കുട്ടിയുടെ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനോ ആർക്കെങ്കിലും ഒരു അധികാരമുണ്ടോ? ഇല്ല. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമ്മുടെ അധികാരിയായിട്ടിരിക്കെ ആ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അടിമയെ എങ്ങനെ അള്ളാഹു തആല തൃപ്തിപ്പെടും? ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമേറിയ പാപം എന്താണ്? അപ്പൊ പറഞ്ഞു, അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, അവൻ നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ ആ അള്ളാഹുവിനൊരു പകരക്കാരനെ നീ ഉണ്ടാക്കലാണ്. വേറൊരാൾക്കും അധികാരമല്ല നമ്മുടെ സൃഷ്ടിപ്പില്. അങ്ങനെ ഇരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നീ പകരക്കാരൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന ദാലിക ലഅളീം, അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെ. സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ ഉമ്മാന്റെ മാറിടത്തിലുള്ള മുലപ്പാൽ മുതൽ ഈ നിമിഷം വരെ നമ്മൾ കുടിച്ചും കഴിച്ചും കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണവും വെള്ളവും എല്ലാം ഏത് മനുഷ്യന് അധികാരമുള്ളത്? അല്ലാഹു തആല ചോദിച്ച സൂറത്തുൽ ഫാത്തിറിൽ ചോദിച്ച ഒരു ചോദ്യം, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ് യർസുഖുകും മിനസ് സമാഇ വൽ അർദ് ലാ ഇലാഹ ഇല്ലാഹു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഖാലിഖ് ഉണ്ടോ, സൃഷ്ടാവുണ്ടോ? യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകാനായിട്ട്, ആകാശത്തുനിന്ന് മഴ പെയ്യിപ്പിക്കാനും അതുമൂലം ഭൂമിയിൽ നിന്ന് ചെടി മുളപ്പിക്കാനും എന്നിട്ട് അത് നിങ്ങൾക്ക് ഭക്ഷിക്കാനും നൽകാൻ വേറെ വല്ല ഇലാഹും നിങ്ങൾക്കുണ്ടോ, ഖാലിഖും നിങ്ങൾക്കുണ്ടോ? ലാ ഇലാഹ ഇല്ലാഹു, ഒരിക്കലുമില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരുടെ അടുക്കിലേക്ക് നമ്മൾ പോവുക?
നമ്മുടെ റിസ്കിൽ ക്ഷാമം വന്ന, നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വന്ന, അതുകൊണ്ടാണ് ആ ഇലാഹും അള്ളാഹ് ചോദിച്ചില്ലേ, ആ അള്ളാന്റെ കൂടെ വേറൊരു ഇലാഹോ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കണം. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എത്രത്തോളം സ്ഥാനമുണ്ട്, അള്ളാഹു അല്ലാത്ത വ്യക്തികളാവട്ടെ, വസ്തുക്കളാവട്ടെ, മറ്റെന്തോ ആവട്ടെ, അതിനെത്ര സ്ഥാനമുണ്ട്, ഏത് കാര്യത്തിൽ? അള്ളാഹു അധികാരം ഏറ്റെടുത്തിട്ടുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹു അല്ലാത്ത ഏതൊന്നിനെ, ജീവനുള്ള മനുഷ്യനാവട്ടെ, മരിച്ചുപോയ മനുഷ്യനാവട്ടെ, വസ്തുക്കളാവട്ടെ, എന്തോ ആവട്ടെ, അള്ളാഹുവിന് കൊടുക്കേണ്ട സ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ശിർക്കാവും. അത് അക്രമമാണ്. യഹ്യാ നബി അലൈഹിസ്സലാം ഒന്നാമത് കൽപ്പിച്ച കാര്യം തൗഹീദാണ്. അതും വളരെ മനോഹരമായ. ശിർക്കിലകപ്പെട്ട ആളുകൾക്ക് ഒന്നിരുന്ന് ചിന്തിച്ചാൽ, ബുദ്ധിയുള്ളവനാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉപമയോട് കൂടിയിട്ട് ഒരു യജമാനനും അതുപോലുള്ള ഒരു അടിമയെ ദുനിയാവിൽ തൃപ്തിപ്പെടൂല. പിന്നെയാണോ ഇങ്ങനെ ഇത്രയധികം സങ്കീർണമായ മനുഷ്യ ശരീരത്തെ രൂപപ്പെടുത്തി സൃഷ്ടിക്കുകയും അവനാവശ്യമായതെല്ലാം നൽകുകയും ചെയ്ത് അവനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അല്ലാഹു തആല തൃപ്തിപ്പെടൂ? ഇല്ല. രണ്ടാമതായിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് കൽപ്പിച്ചു, വഇന്നല്ലാഹ അമറകും ബിസ്സലാഹ്. അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നമസ്കാരം കൊണ്ട്. യഹ്യാ നബി അലൈഹിസ്സലാം കൽപ്പിച്ചു, അത് പറഞ്ഞു കൊടുത്തു. നമസ്കാരം പലപ്പോഴും നമുക്ക് കാണാം, വിശുദ്ധ ഖുർആനിലാവട്ടെ ഹദീസുകളിലാവട്ടെ, തൗഹീദിനോട് കൂടെ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന ഒരു ഇബാദത്തായിട്ട് അധിക സ്ഥലങ്ങളിലും നമുക്ക് നമസ്കാരത്തെ കാണാം. പലപ്പോഴും ഉലമാക്കൾ പറയും, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നമസ്കാരങ്ങളിലേക്ക് നോക്കാൻ. നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് മടിയും അലസതയും ബുദ്ധിമുട്ടുമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലമാണ്, നമ്മുടെ നിഫാഖിന്റെ ലക്ഷണമാണത്. നമ്മുടെ നമസ്കാരങ്ങൾ നമുക്ക് ആസ്വാദനവും റാഹത്തും നൽകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ കരുത്തിന്റെ ലക്ഷണവുമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞത് എന്താണ്? ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ശേഷം നമസ്കാരം നിർവഹിക്കാൻ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ തൗഹീദിന്റെ ശക്തിയും ഈമാനിന്റെ ശക്തിയും മനസ്സിലാക്കാൻ പള്ളിയിൽ നിന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് മസ്ജിദിലേക്ക് വരാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ മതി ഓരോ നമസ്കാരത്തിനും. എന്നിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം ഒരു നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. ഫഇദാ സ്വല്ലൈതും ഫലാ തൽതഫിതു. നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ തിരിഞ്ഞു കളയരുത്. തിരിഞ്ഞു പറഞ്ഞാല് പിന്നെ ശ്രദ്ധ വെച്ചരുത്. ഫഇന്നല്ലാഹ യൻസിബു വജ്ഹഹു ലിവജ്ഹി അബ്ദിഹി ഫീ സ്വലാത്തിഹി മാ ലം യൽതഫിത്. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹ്, അല്ലാഹുവിന്റെ വജ്ഹ് നമസ്കരിക്കുന്ന അടിമയുടെ വജ്ഹിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. ഏതവസ്ഥയിൽ? അവൻ തിരിഞ്ഞു കളയാത്തോടത്തോളം കാലം. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചു നോക്കി, ചില ഹദീസുകളിൽ കാണാം, ഒരടിമ നമസ്കരിക്കാൻ നിൽക്കുമ്പോ അള്ളാഹുവിന്റെ രണ്ട് കണ്ണുകൾക്കിടയിലാണ് നിൽക്കുന്നത് എന്നുള്ളതല്ല. നമസ്കാരം അത്ര ഗാംഭീര്യമുള്ള, അത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ വജ്ഹ് അടിമയുടെ വജ്ഹിനോട് ചേർത്ത് വെക്കുന്നുണ്ട് നമസ്കാര സമയത്ത്. അവന്റെ ശ്രദ്ധയുണ്ടെങ്കിൽ, അവൻ തിരിഞ്ഞു കളഞ്ഞിട്ടില്ലെങ്കിൽ, ഇൽത്തിഫാത്ത് രണ്ട് നിലക്കുണ്ടാവും. തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞ്, ഒന്ന് ബദന് കൊണ്ട്, ശരീരം കൊണ്ട് തിരിഞ്ഞു കളയലുണ്ടാവും. രണ്ട് ഖൽബ് കൊണ്ട് തിരിഞ്ഞു കളയലുണ്ടാവും. ഏതൊരു അമലിനും, ഇസ്ലാമിലെ ഏതൊരു അമലെടുത്താലും ഫിഖഹിയായൊരു വശമുണ്ടാവും, റൂഹിയായൊരു വശമുണ്ടാവും. അതായത് കർമ്മത്തിന്റെ രൂപം എങ്ങനെ എന്നുള്ളതിലൊരു വശമുണ്ടാകും. ഇപ്പൊ നമസ്കാരത്തിൽ റുക്കു എങ്ങനെയായിരിക്കണം, സുജൂദിൽ ഏതൊക്കെ അവയവങ്ങൾ തട്ടണം, അല്ലെങ്കിൽ ഇരുത്തം എങ്ങനെയായിരിക്കണം, അത് ഫിഖഹിയായ വശങ്ങളാണ്. അതേപോലെ തന്നെ റൂഹിയായ വശങ്ങളുണ്ടാവും. നമസ്കാരത്തിലെ ശ്രദ്ധ ഉണ്ടാവുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹുവിന്റെ വജ്ഹിനോട് ചേർത്ത് വെക്കുന്നുണ്ട്, അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ. ഫിഖഹിയായ വശങ്ങൾ നേരെയാവുമ്പോഴാണ്, അവന്റെ റുക്കൂഉം സുജൂദിന്റെ രൂപം നേരെയാവുമ്പോഴാണ് റൂഹിയായ വശം യഥാർത്ഥത്തിൽ എത്തുകയുള്ളൂ. റൂഹിയായ വശമില്ലാത്ത
അവന്റെ റുക്കുവും സുജൂദും എത്ര നന്നായാലും അതൊരു കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു പ്രതിഫലം കിട്ടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകളുടെ നമസ്കാരത്തിന് 10 10, 10 9, 10 10 പകുതി ഒന്നുമില്ലാത്തവരുണ്ടാവും ചിലപ്പോ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ ഒന്നാമത്തെ ബദനിയായിട്ടുള്ള തിരിഞ്ഞുകളയിൽ ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരീരമായിട്ടുള്ള തിരിഞ്ഞുകളയിൽ ഒഴിവാക്കാൻ ഖിബിലയിലേക്ക് മുന്നിടുക എന്നുള്ളതാണ്. ആ തിരിയൽ എങ്ങോട്ടാണ്? ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഖൽബിയായിട്ടുള്ളതോ, ഖൽബിയായിട്ടുള്ള ഖുശൂ നമസ്കാരത്തിൽ ഉണ്ടാവാനുള്ള വഴി എന്താണ്? അതിനുള്ള വഴിയിൽ ഉലമാക്കൾ പറയുന്നു, നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമസ്കാരത്തിന്റെ ഒരു തുടക്കം എന്നാൽ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു വെക്കാം. ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിന് കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് പലപ്പോഴും നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മളെല്ലാവരും പലപ്പോഴും അബദ്ധം പറ്റുന്ന മേഖലയാണ്. കൃത്യമായി അർത്ഥമറിഞ്ഞ് മറുപടി കൊടുക്കുക എന്നുള്ളത്. ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട റവാത്തിബ് സുന്നത്തുകൾ നിർവഹിക്കുക എന്നുള്ളത്, ആ നമസ്കാരത്തിന് മുമ്പുള്ള നമസ്കാരത്തിന് മാനസികമായി തയ്യാറെടുക്കുക എന്നുള്ളത്, ഇതുപോലെയുള്ള ഈ നമസ്കാരത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളും അദബുകളും ഒരുത്തൻ പാലിച്ചാൽ അവന് നമസ്കാരത്തിൽ ഇതൊന്നും ചെയ്യാത്ത ആളെക്കാളും ഖുശൂഉം ശ്രദ്ധയും ഉണ്ടാകും. ഖൽബുകൊണ്ട് ഖുശൂഉം ശ്രദ്ധയും ഉണ്ടാകും. അല്ലാത്ത നമസ്കാരം വലിയ അപകടമാണ്, പ്രതിഫലം നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലൈസ ലിൽ അബ്ദി മിൻ സ്വലാത്തിഹി ഇല്ലാ മാ ഗഫല മിൻഹാ. ഒരുത്തന് നമസ്കാരത്തിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അശ്രദ്ധമാവാത്ത ഭാഗം എത്ര ഉണ്ടോ അത്ര ഉണ്ടാവുള്ളൂ. നമ്മളൊക്കെ നമസ്കാരം ഒന്ന് പരിശോധിച്ച് നോക്കി നമ്മൾ ഓരോരുത്തരും എത്രത്തോളം ശ്രദ്ധ നമുക്ക് കിട്ടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തി തുസ്ഉഹാ വസുംനുഹാ വസുബ്ഉഹാ. ഒരുത്തൻ നമസ്കരിക്കുകയാണ്, ആ നമസ്കാരത്തിന് അവൻ തിരിഞ്ഞു പോകുമ്പോ ഒന്നെങ്കിൽ അവന് 10 10 കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10 9, 10 8, 10 7 അങ്ങനെ കുറഞ്ഞു പോകും. നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഒരു നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ തന്നെ എന്തിനുള്ളതാണ്? ഫർളിലെ നമുക്ക് വരുന്ന വീഴ്ചകൾ പരിഗണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ തൗഹീദ് പറഞ്ഞു, രണ്ടാമത്തെ നമസ്കാരം പറഞ്ഞു. മൂന്നാമതായിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വആമുറുക്കും ബിസ്സിയാം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു നോമ്പിനെ കുറിച്ച്. നോമ്പ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം കൽപ്പിക്കുന്നു. മുൻകഴിഞ്ഞു പോയ എല്ലാ സമുദായങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു ഇബാദത്ത് തന്നെയാണ് നോമ്പ് എന്നുള്ളത്. നമുക്ക് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ മേലെ ഞാൻ നോമ്പ് നിർബന്ധമാക്കുന്നു. ഏതുപോലെ? നിങ്ങളുടെ മുൻപുണ്ടായിരുന്നവരുടെ മേലെ നോമ്പ് എങ്ങനെ നിർബന്ധമാക്കിയോ അതുപോലെ. ചിലപ്പോൾ അവരുടെ രീതികളും അവരുടെ ദിവസത്തിന്റെ എണ്ണങ്ങളും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. എന്നിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം ഒരു ഉപമ പറയുകയാണ് നോമ്പുകാരനെ. ഫഇന്ന മസല ദാലിക്, അതിനുള്ള ഒരു ഉപമ എന്ന് പറഞ്ഞാൽ, കമസലി റജുലിൻ ഫീ ഇസാബത്തിൻ മഅഹു സുറഹ് ഫീഹാ മിസ്ക്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കയ്യിൽ ഒരു പൊതിയുണ്ട്, മനോഹരമായിട്ടുള്ളൊരു പൊതിയുണ്ട്. അതില് മിസ്ക്, നമ്മൾ പറഞ്ഞ സുഗന്ധം, നല്ലൊരു സുഗന്ധം ഉദ്ഭവിക്കുന്ന ഒരു സാധനമുണ്ട്. അതൊരു കൂട്ടത്തിലാണ്, ഒരു കൂട്ടം ആളുകളുണ്ട്. ഫകുല്ലുഹും യഅജബു ഔ യുഅജിബുഹു റീഹുഹാ. ഈ കൂട്ടത്തിൽ ഈ വ്യക്തിയുടെ കയ്യിൽ മാത്രം ഒരു പൊതിയുണ്ട്, അത് നല്ല മിസ്ക് ഉണ്ട്. ആ കൂട്ടത്തിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ആ എല്ലാവരും അത്ഭുതപ്പെടുകയാണ് ഈ പൊതിയിൽ നിന്ന് വരുന്ന സുഗന്ധം അനുഭവിച്ചിട്ട്. അതിൽ നിന്ന് വരുന്ന സുഗന്ധം അനുഭവിച്ചിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറയാണ്, ഒരു നോമ്പുകാരന്റെ ഗന്ധം അഥവാ അവന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ സുഗന്ധത്തിനേക്കാൾ ഉന്നതമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരന്റെ വായിൽ നിന്ന് ആളുകൾക്ക് ചിലപ്പോൾ വെറുപ്പുണ്ടാക്കുന്നതായിരിക്കും, ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു ഗന്ധമായിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഒരു കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ നല്ല സുഗന്ധമുള്ളൊരു സാധനമുണ്ട്, ആ സുഗന്ധം അടിച്ച ആളുകളൊക്കെ അത്ഭുതപ്പെടുകയാണ്. അതിനേക്കാൾ
അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമാണ് നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്നൊരു ഗന്ധം. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ചെയ്യാൻ എളുപ്പമാകുന്ന ഒരു ഇബാദത്ത് തന്നെയാണ് നോമ്പ്. പലപ്പോഴും നോമ്പ് എന്ന് കേൾക്കുമ്പോൾ റമളാൻ എന്ന് മാത്രമുള്ള ഒരു ചിന്തയിലേക്ക് ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകൾ. അങ്ങനെയല്ല, നോമ്പ് വേറെയും ഒരുപാടുണ്ടല്ലോ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാസത്തിൽ 3 ദിവസം, അതിലൊന്നെങ്കിൽ 13, 14, 15 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 3 ദിവസങ്ങൾ എടുക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അങ്ങനെയൊക്കെ നോമ്പുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നോമ്പ് വൃത്തിയായിട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നോമ്പെടുക്കുമ്പോൾ അല്ലാഹു തആലയുടെ അടുക്കൽ നമ്മുടെ ആ സ്ഥാനം, അതായത് അല്ലാഹു തആല നമ്മളോട് കാണിക്കുന്ന ആ ഗന്ധം അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമാണെങ്കിൽ എത്ര പ്രാധാന്യമുണ്ട് അതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. ആദമിന്റെ സന്തതി ചെയ്യുന്ന ഓരോ കർമ്മവും അവനുള്ളതാണ്, എന്നാൽ നോമ്പ് അതെനിക്കുള്ളതാണ്, ഞാൻ അവന് പ്രതിഫലം കൊടുക്കും. അതായത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് നോമ്പിനെ. മറ്റെല്ലാ കർമ്മങ്ങളെയും പോലെ അല്ല നോമ്പ് എന്നുള്ളത്. ഒരുപാട് പ്രത്യേകത ഉണ്ട്. കാരണം അല്ലാഹു തആല ഹലാലാക്കിയ ഭക്ഷണത്തെയും വെള്ളത്തെയും ഭാര്യാഭർത്തൃ ബന്ധത്തെയും അങ്ങനെ ഓരോന്നിനെയും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം അവൻ ഒഴിവാക്കാൻ. അതുപോലെ തന്നെ റിയാവ് പരമാവധി ഒഴിവാകുന്ന, പരമാവധി രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ, അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പറഞ്ഞ ഈ പ്രതിഫലം എന്താണ് എന്നുള്ളിടത്ത് ഉലമാക്കൾ പറയുന്നുണ്ട്. ഇതേ ഹദീസിലെ തന്നെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിസ്സാഇമി ഫർഹതാൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഇദാ അഫ്തറ ഫരിഹ, അവൻ നോമ്പ് തുറക്കുമ്പോൾ അവനൊരു സന്തോഷമുണ്ട്. ഇദാ ലഖിയ റബ്ബഹു ബിസൗമിഹി ഫരിഹ, അവനെടുത്ത നോമ്പ് കാരണമായിട്ട് നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമ്പോൾ അവനൊരു സന്തോഷമുണ്ടായിരിക്കും. എന്നിട്ട് ഉലമാക്കളിൽ ചില ഹദീസുകൾ പറഞ്ഞു, നോമ്പുകാരന് പ്രത്യേകമുള്ള പ്രതിഫലം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കാണലാണ്. അല്ലാഹുവിനെ കാണലിൽ ആസ്വാദനം വർദ്ധിക്കും. അതാണ് നോമ്പിന്റെ മഹത്വം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക. സുന്നത്തായ എത്ര നോമ്പുകൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കാറുണ്ട്? ഇത് റമളാൻ വരാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് 2 മാസത്തിന്റെ അടുത്തുകൂടിയേ ഉള്ളൂ. ഷഅബാൻ, ഷഅബാൻ വരുന്നു. റജബ് പകുതിയോളമായി. ഷഅബാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ കഴിഞ്ഞാൽ ധാരാളമായി നോമ്പ് വെച്ചിരുന്ന മാസം. 1-2 ദിവസം മാത്രമേ ഒഴിവാക്കാറുണ്ടായിരുന്നുള്ളൂ എന്ന്. അത്രയധികം നോമ്പ് നിൽക്കാറുണ്ടായിരുന്ന മാസം. നമ്മുടെ കഴിവിന്റെ പരമാവധി സുന്നത്തായ നോമ്പ്. ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു ഗന്ധം, ഒരു മോശപ്പെട്ട, നമുക്ക് തന്നെ അസഹ്യമായിരിക്കും, ചിലപ്പോ നമുക്ക് തന്നെ അസഹ്യമായിരിക്കും. എന്നാൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ സുഗന്ധത്തെക്കാൾ വഇന്ന റീഹസ്സാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, ആ മിസ്കിനേക്കാൾ ഏറ്റവും അത്യബായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള അല്ലാഹുവിന്റെ അടുക്കൽ. 3-ാമത്തെ കാര്യം നോമ്പ്. 1-ാമത്തേത് തൗഹീദിനെ കൊണ്ട് കൽപ്പിച്ചു, സ്വലാത്തിനെ കൊണ്ട് കൽപ്പിച്ചു, അസ്സിയാമിനെ കൊണ്ട് കൽപ്പിച്ചു. 4-ാമത്തേത് വഅമുറുക്കും ബിസ്സദഖ, സ്വതക്ക കൊണ്ട് കൽപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് ഉപമ പറയാണ്, ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ അസറഹുൽ അദുവ്വു ഫഔസഖു യദഹു ഇലാ ഉനുഖിഹി വഖദ്ദമൂഹു ലിയദ്രിബു ഉനുഖഹ്. അതിന്റെ ഒരു ഉപമ, സ്വതക്ക നൽകുന്നതിന്റെ ഒരു ഉപമ എന്ന് പറഞ്ഞാൽ യഹ്യാ നബി അലൈഹിസ്സലാം പറയാണ്, കമസലി റജുലിൻ അസറഹുൽ അദുവ്വ്, ഒരാളുടെ ഉപമ. അയാളെ ശത്രുക്കൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലൊന്ന് സങ്കല്പിച്ചു നോക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ആ ഓരോ ഉപമകളുടെയും മഹത്വം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു വ്യക്തിയെ ശത്രുക്കൾ ബന്ധനസ്ഥനാക്കിയിരിക്കുകയാണ്, പിടിച്ചു കെട്ടിയിരിക്കുകയാണ്. ആ ആളുടെ കയ്യിനെ അവന്റെ കഴുത്തിലേക്ക് കെട്ടിയിട്ട് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുക. ഒരു ഒരു ബന്ധനസ്ഥനെ ബന്ധിപ്പിക്കുന്ന പോലെ കഴുത്തിലേക്ക് കെട്ടി വെച്ചിരിക്കുക. അവന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ആ ശത്രു മുന്നിട്ട് വരികയാണ്, അവന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഈ ബന്ധനസ്ഥനായ ആള് പറയാണ്, അന അഫ്ദീഹി മിൻകും ബിൽ ഖലീൽ വൽ കസീർ, ഞാൻ നിങ്ങൾക്ക് ഫിദിയ നൽകട്ടെ, എന്നെ ഒഴിവാക്കി വിടാൻ ഞാൻ കുറഞ്ഞും കൂടുതലുമായി, അഥവാ സമ്പത്ത് കൊണ്ട് ഞാൻ എന്റെ സമ്പത്ത് നൽകിയിട്ട് എന്നെ ഞാനൊന്ന് മോചിതനാക്കട്ടെ, എന്നെ മോചിപ്പിക്കുമോ? അങ്ങനെ കൊടുത്തിട്ട് ഫദാ നഫ്സഹു മിൻഹും, ആ ശത്രുക്കളിൽ നിന്ന് അവനവന്റെ സ്വന്തത്തെ രക്ഷപ്പെടുത്തുകയാണ്.
അവന് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ. അതുപോലെയാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ. എന്താ ഇവിടെ ശത്രു കൊണ്ട് ഉദ്ദേശിച്ചത്? ശത്രു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പാപങ്ങളാണ്. നമ്മുടെ പാപങ്ങൾ വല്ലാഹി നമ്മളെ ബന്ധനസ്ഥനാക്കുകയാണ്. പാപങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ പാപം പുറത്തു കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്ത പാപം പുറത്തു കിട്ടുമല്ലോ എന്ന് കൊടുത്ത് പാപം ചെയ്യുന്നവനോ? പാപം കൊണ്ട് വലിയ ഒരുപാട് അപകടങ്ങൾ വേറെയുണ്ട്. ഉലമാക്കൾ പറയും, പാപത്തിന്റെ ശിക്ഷയിൽപ്പെട്ടതാണ് വീണ്ടും പാപം ചെയ്യാൻ അവസരം ലഭിക്കുക എന്നുള്ളത്. നന്മ ചെയ്തതിന്റെ പ്രതിഫലത്തിൽപ്പെട്ടതാണ് വീണ്ടും നന്മ ചെയ്യാൻ അവസരം ലഭിക്കുക എന്നുള്ളത്. സഹോദരങ്ങളെ, പാപങ്ങൾ നമ്മളെ പല കാര്യങ്ങളിൽ നിന്നും നന്മ ചെയ്യാനുള്ള തൗഫീഖിൽ നിന്ന്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ നിന്ന്, കൂടുതൽ അള്ളാഹുവിന്റെ ഇൽമ നേടുന്നതിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും നമ്മളെ ബന്ധനസ്ഥനാക്കുന്ന, നമ്മളെ തടയപ്പെടുന്ന ഒരു കാര്യമാണ് പാപങ്ങൾ എന്നുള്ളത്. അതുപോലെ ആ പാപങ്ങൾ നമ്മളെ ബന്ധനസ്ഥനാക്കുമ്പോൾ അതിന് രക്ഷപ്പെടാൻ ഒരു കാര്യം എന്താ ചെയ്ത്? അയാളുടെ സമ്പത്ത് കൊടുത്തു. അതുപോലെയാണ് സ്വതക്ക എന്നുള്ളത്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചിതനാവണമെങ്കിൽ അതിനുള്ള ഏറ്റവും മഹത്തരമായ ഒരു അമലാണ് സ്വതക്ക നൽകുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വദഖതു തുത്ഫിഉൽ ഖതീഅത കമാ യുത്ഫിഉൽ മാഉൻ നാർ. സ്വതക്ക പാപങ്ങളെ കെടുത്തിക്കളയും. ഏതുപോലെ? വെള്ളം തീനെ കെടുത്തുന്നതുപോലെ. വെള്ളം ഒഴിച്ചാൽ തീ കെടുന്നുള്ളതിൽ സംശയമില്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുപോലെ എന്ത് കെടുത്തും? സ്വതക്കകൾ നമ്മുടെ പാപങ്ങളെ കെടുത്തും. അതിനേക്കാൾ വലുത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിൽ നിന്ന് നമ്മളെ തടയുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വദഖത ലതുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മീതതസ്സൂ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തിക്കളയും. രണ്ട്, മോശമായ മരണത്തിൽ നിന്ന് മരണത്തെ തടയുകയും ചെയ്യും. സ്വതക്ക കൊണ്ടുള്ള നേട്ടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്ത് നമുക്ക് സ്വതക്ക ചെയ്യാൻ പ്രതിഫലം കിട്ടും. പക്ഷേ നമ്മളെ ബന്ധനസ്ഥനാക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും നമ്മെ തടയുന്ന, നമ്മൾ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ കെടുത്തിക്കളയാനുള്ള ഏറ്റവും നല്ല മാർഗത്തിലൊന്നാണ് സ്വതക്ക നൽകുക എന്നുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നാലാമതായി കൽപ്പിച്ച് സ്വതക്ക. അഞ്ചാമതായിട്ട് യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വആമുറുക്കും അൻ തദ്കുറൂ ലില്ലാഹ്. ഞങ്ങളോട് കൽപ്പിക്കുന്നു അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് മഹത്തരമായ ഒരു ഇബാദത്താണ്, ഒരു അമലാണ്. അല്ലാഹു തആല പറഞ്ഞതാണ്, ഫദ്കുറൂനി അദ്കുർക്കും. നിങ്ങൾ എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഓർക്കാം. അതിന്റെ ഉപമ എന്നുള്ളത് യഹ്യാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഫഇന്ന മസല ദാലിക കമസലി റജുലിൻ. ആ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ള ഒരു ഉപമ പറയാണ്. ഒരു വ്യക്തി ഖറജൽ അദുവ്വു ഫീ അസരിഹി സിറാഅൻ. ആ വ്യക്തിയുടെ ഒരു ശത്രു ഓടിക്കുകയാണ്, പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുകയാണ് ധൃതിയില്. അപ്പൊ ഈ ശത്രുവിൽ നിന്ന് ഈ വ്യക്തി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹത്താ ഇദാ അതാ അലാ ഹിസ്നിൻ ഹസീൻ. അങ്ങനെ ഇയാൾ ഓടിക്കൊണ്ടിരിക്കുക, ശത്രു വരുന്നുണ്ട്, ഇയാൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തെത്തി, ഒരു സംരക്ഷിതമായ കോട്ടക്കകത്ത് കയറി. ആ ശത്രുവിന് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു കോട്ടക്കകത്ത് കയറി പ്രവേശിച്ചു. ഫഅഹ്റജ നഫ്സഹു മിൻഹും. അങ്ങനെ ആ ശത്രുവിൽ നിന്ന് അവന്റെ ശരീരത്തെ അവൻ സംരക്ഷിച്ചു. കോട്ടക്കകത്ത് കയറിയിട്ട് സംരക്ഷിച്ചു. കദാലിക്കൽ അബ്ദു ലാ യുഹ്രിസു നഫ്സഹു മിനശ് ശൈത്വാൻ ഇല്ലാ ബിദിക്രില്ലാഹ്. ഈ ഉപമ പറഞ്ഞിട്ട് പറയാണ്, ഈ ഉപമ നമുക്ക് മനസ്സിലായല്ലോ. ഒരു ശത്രു ഒരാൾ ഓടിക്കാൻ വരുന്നു, അയാൾ ജീവനും കൊണ്ട് ഓടുന്നു, അയാൾ ഒരു ശത്രുവിന് കയറാൻ പറ്റാത്തൊരു സ്ഥലത്തകത്ത് കയറിയിട്ട് സ്വന്തത്തെ രക്ഷിക്കുന്നു. ഇതുപോലെയാണ്. ഇതുപോലെ ഒരടിമക്ക് തന്റെ സ്വന്തത്തെ സംരക്ഷിക്കാൻ കഴിയില്ല. ആരിൽ നിന്ന്? മനുഷ്യന്റെ ശത്രു ആരാണ്? ശൈത്വാനിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ കഴിയില്ല. ഇല്ലാ ബിദിക്രില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടല്ലാതെ സംരക്ഷിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രത്യക്ഷ ശത്രുവാണ്. നമ്മളെ പിന്തുടർന്ന് വരുന്ന, നമ്മുടെ വലതുഭാഗത്ത് യമീനി ഷിമാലി ഫൗഖി തഹ്തി, മേലിൽ നിന്നും താഴെ നിന്നും എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ ആക്രമിക്കാൻ വരുന്ന ശത്രുവാണ് ശൈത്താൻ എന്നുള്ളത്. അതിലൊരു സംശയമില്ല. ഈ ശൈത്താനിൽ നിന്ന് സഹോദരങ്ങളെ ദിക്റുള്ള കൊണ്ടല്ലാതെ നമുക്കൊരു സംരക്ഷണം കിട്ടൂല. പലപ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമുക്ക് ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, കൂടുതൽ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം, കൂടുതൽ അള്ളാഹിലേക്ക് അടുക്കണം, കൂടുതൽ അങ്ങനെ ചെയ്യണം, കൂടുതൽ നന്മ ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും വീണ്ടും പാപത്തിലേക്ക്, ഇനി പാപം ചെയ്യരുത്, പാപം ചെയ്താൽ ഇനി ഞാനിത് ചെയ്യൂല, ഞാൻ ഇനി ആവർത്തിക്കൂല, അത് അവസാനിപ്പിക്കും, വീണ്ടും അതിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം കാരണം
നമ്മൾ മനസ്സിലാക്കേണ്ടത് പാപം നമ്മളായിട്ട് നിർത്താൻ വിചാരിച്ചാൽ നമ്മളോട് സാധിക്കൂല. അതൊരു അടിസ്ഥാനമാണ്. പലപ്പോഴും ആളുകൾക്ക് വലിയ അബദ്ധം പറ്റുന്നതാണ്, ഞാൻ ചെയ്യൂല എന്നൊക്കെ തീരുമാനിക്കും, എന്നിട്ട് അവൻ കഷ്ടപ്പെടും. അതല്ല പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടിസ്ഥാന മാർഗം. പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള കാര്യം അള്ളാഹുവിനനുസരിക്കലാണ്. അള്ളാഹുവിന്റെ ദിക്റാണ് ശൈത്താനിൽ നിന്ന് രക്ഷപ്പെടാനുള്ളത്. നമ്മൾ എത്രത്തോളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം പാപത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി. നമ്മൾ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ആ പാപത്തിൽ ശ്രദ്ധ കൊടുത്ത് ശ്രമിച്ചാൽ നമുക്കതിന് സാധിച്ചോളുന്നില്ല. അതേ സമയത്ത് നമ്മൾ രാത്രി നമസ്കാരം നിർവഹിക്കുന്നു, ഖുർആൻ ദിവസവും ധാരാളമായി പാരായണം ചെയ്യുന്നു, സുന്നത്തായ നമസ്കാരം നിർവഹിക്കുന്നു, സ്വതക്ക ഒഴുക്കുന്നു, ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുന്നു, അങ്ങനെ എന്തൊക്കെ നന്മകളുണ്ടോ അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും തിന്മയോടുള്ള പ്രേരണ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. എന്റെ യുവാക്കളോടും സഹോദരങ്ങളോടും എന്നോടും നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ള കാര്യം അതാണ്. അത് ശൈത്താൻ ആദ്യം തെറ്റിക്കുക എന്താണെന്ന് വെച്ചാൽ നന്മ ചെയ്യുന്നതിന് മടുപ്പുണ്ടാക്കുക ചെയ്യുക. അതിന്ന് മടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹിസ്നിൽ നിന്ന് സംരക്ഷണത്തിന് അവൻ പുറത്തിയാടി, അള്ളാഹിന്റെ ദിക്റിന് അവൻ പുറത്തിയാടി. ഏതൊരു ഇബാദത്തും അള്ളാഹിനുള്ള ദിക്റാണ്, അതിന്ന് പുറത്തിയാടി. പിന്നെ ശൈത്താൻ പിടിക്കാൻ സുഖമായിരിക്കും. ശൈത്താൻ കാത്തിരിക്കുകയാണ് മനുഷ്യനെ എപ്പോ കിട്ടുമെന്നുള്ളത്. അദു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് ദുനീവിയായിട്ടുള്ള ശത്രുതയുള്ള ആളുകൾ ഉണ്ടാവും. ദുനീവിയായിട്ടുള്ള ശത്രുക്കൾ പല രീതിയിലും പല നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന ശത്രുക്കൾ. ഇവരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ. അവരോട് അങ്ങോട്ട് ഇഹ്സാൻ ചെയ്യുക, അവരോട് അങ്ങോട്ട് നന്മ ചെയ്യുക. നമ്മളോട് എന്തൊക്കെ ദോഷങ്ങൾ ആരൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ശത്രുത വെക്കുന്നവരോട് നമ്മൾ നന്മ ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ശത്രുത മാറിയിട്ട് നിങ്ങളുടെ ഇടയിൽ നല്ല സ്നേഹം അല്ലാഹു തആല ഉണ്ടാക്കും. എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത ശത്രു ആരാണ്? ശൈത്താനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയാത്തൊരു സംരക്ഷണം നമുക്ക് വേണം. അതാണ് ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ. റസൂൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വളരെ മനോഹരമായ ഒരു ഉപമ ഒരുത്തന്റെ ദീനിനെ ശൈത്താൻ എടുത്തുകൊണ്ടുപോകുന്ന ഒരു ഉപമ പറയുന്നുണ്ട്. ഒരുത്തന്റെ ദീനിനെ ശൈത്താൻ പിടിക്കാൻ കാത്തിക്കുന്നത് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു ഇറച്ചി കഷ്ണവുമായിട്ട് പോവുകയാണ്. ഒരു നായ ഇയാളെ ചുറ്റി നടക്കുന്നുണ്ട്. എന്തിന്? ആ ഇറച്ചി കഷ്ണം എടുക്കാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഈ ഇറച്ചി എന്ന് പറഞ്ഞാൽ അവന്റെ ദീനാണ്. ഈ ഇറച്ചിയുടെ വിഷയത്തിൽ അവൻ അശ്രദ്ധമായി കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആ നായത് പിടിച്ചെടുക്കും. നായത് കടിച്ചിന്നെ കാത്തിക്കണം, അവന്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെയാണ് ഒരു മനുഷ്യന്റെ ദീന്. അവൻ ദീനിനെ എപ്പോ അശ്രദ്ധമാവുന്നോ ശൈത്താൻ അവന്റെ ദീനെടുത്തോണ്ട് പോകും. അതുകൊണ്ട് സഹോദരങ്ങൾ, ദിക്റുല്ലാഹ് ഞാൻ എന്റെ സഹോദരങ്ങൾ പ്രത്യേകം പറയാണ്, എന്നോടും അതുപോലെ നിങ്ങളോടും പ്രത്യേകം പറയാണ്, രാവിലെയും വൈകുന്നേരവുമുള്ള അദ്കാർ നമ്മൾ ഒഴിവാക്കരുത്, നമ്മൾ നഷ്ടപ്പെടുത്തരുത്. വല്ലാഹി ഉലമാക്കൾ എത്രയോ ഉപമ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞത്, പടച്ചട്ടയില്ലാതെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് പോലെയാണ് രാവിലെയും വൈകുന്നേരവും അദ്കാറില്ലാതെ ഒരുത്തൻ പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം ഓരോ ദുആകളിലും ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ്. അങ്ങനെ ഒരുപാട് ദുആക്കൾ. നൂറു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്രയോ മഹത്തായ പ്രതിഫലം. റസൂലുള്ളാഹി ഒരുപാട് റിവായത്തുകൾ പല പ്രതിഫലങ്ങൾ ഹദീസിൽ പിശാചിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ നമുക്ക് ബാധകമാണ്. പക്ഷേ നമുക്ക് വേണ്ടി ചെയ്യണം. എന്റെ കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയുന്നത്, നമുക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ പഠിക്കണം, ആരും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ആദ്യം മെല്ലെ മെല്ലെ ഓരോ ദുആകൾ തുടങ്ങിയാൽ മതി. ആദ്യം ഒന്നെങ്കിൽ ഫാത്തിഹയും 3 സൂറത്തുകൾ, ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഫാത്തിഹ ഇല്ലാന്നുണ്ടോ, ഫലഖ്, നാസ്, അതുപോലെ ആയത്തുൽ കുർസി, അത് മാത്രം ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് പിന്നെ മെല്ലെ മെല്ലെ അടുത്തത് തുടങ്ങുക. അങ്ങനെ ഓരോ ദുആകൾ പഠിച്ചിട്ട് അത് ശീലമാക്കുക, അത് ഹിഫ്ളാക്കുക. അങ്ങനെ കാണാതെ പഠിച്ച് എപ്പോഴും നമ്മുടെ കയ്യിൽ അദ്കാറിന് കിതാബ് ഉണ്ടായിക്കൊള്ളുന്നില്ല, മൊബൈൽ ആപ്പ് ലഭിച്ചോളുന്നില്ല. ഓരോ ദുആക്കൾ ഹിഫ്ളാക്കി അതൊരാഴ്ച ശീലാക്കുക. പിന്നെ അടുത്ത ദുആ, അങ്ങനെ ദുആ കൂടി വരുമ്പോ പിന്നെ നമ്മൾ വിചാരിക്കും 100 സുബ്ഹാനല്ലാഹി വബിഹംദി, 100 അസ്തഗ്ഫിറുല്ലാഹി വതൂബു ഇലൈഹി, 100 ലാ ഇലാഹ ഇല്ലല്ലാഹു അത് ദിവസത്തിൽ എപ്പോഴാണെന്ന് ചെല്ലാം. അതുപോലെ തന്നെ 100 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സമയം വേണ്ടേ? വല്ലാഹി ഇല്ല. അല്ലാഹു തആല സമയത്തിൽ ബറക്കത്ത് ചൊരിയുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ എത്രത്തോളം അല്ലാഹുവിലേക്ക് അനുസരിക്കുന്നുവോ, അല്ലാഹുവിലേക്ക് അടുക്കുന്നുവോ, നമ്മുടെ സമയത്തിൽ അല്ലാഹ് ബറക്കത്ത് ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഈ അദ്കാറുകളെല്ലാം ചെല്ലാൻ സാധിക്കും. അതുകൊണ്ട് മെല്ലെ മെല്ലെ ഓരോ ദുആക്കളായിട്ട് ഹിഫ്ളാക്കിയിട്ട് അത് ശീലമാക്കുക. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ പിശാചിൽ നിന്ന് സംരക്ഷണം മാത്രമല്ല, അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകം തൗഫീഖ് ലഭിക്കാനും. അതുകൊണ്ടാണ് പല ഉലമാക്കളും അദ്കാറിന്റെ കിതാബുകൾക്ക് ഹിസ്നുൽ മുസ്ലിം
എന്നുള്ള പേരുകൾ നൽകിയത്, മുസ്ലിമിന്റെ സംരക്ഷണ കവചം എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിക്റുകളിൽ ഒരുപാട് ദിക്റുകൾ നമസ്കാര ശേഷം എല്ലാം ഉണ്ട്. രാവിലെയും വൈകുന്നേരവും, സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ, അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ ആ ദിക്റുകൾ കൃത്യമായി ചെല്ലാൻ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേൽ കൽപ്പിച്ച 5 കാര്യങ്ങൾ: 1 തൗഹീദ്, 2 സ്വലാ, 3 സിയാം, 4 സദഖ, 5 ദിക്റുല്ലാഹ്. ഈ 5 കാര്യങ്ങൾക്കും പറഞ്ഞ ഉപമകൾ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനും നമ്മൾക്ക് തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈ കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാനും ഉപകാരപ്പെടുന്നതാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന ആമുറുക്കും ബിഖംസിൻ അല്ലാഹു അമറനി ബിഹിന്ന. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, അള്ളാഹു എന്നോട് കൽപ്പിച്ച 5 കാര്യങ്ങൾ. യഹ്യാ നബി അലൈഹിസ്സലാം കൽപ്പിച്ചു പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ നിങ്ങളോട് അഥവാ റസൂലിന്റെ ഉമ്മത്തിനോട് അള്ളാഹു തആല എന്നോട് കൽപ്പിച്ച 5 കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. എന്നിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞു: അസ്സംഉ വത്ത്വാഅ വൽ ജിഹാദ് വൽ ഹിജ്റ അൽ ജമാഅ. 5 കാര്യങ്ങൾ: അസ്സംഉ കേൾവി, അത്ത്വാഅ അനുസരണം, ജിഹാദ്, ഹിജ്റ, അൽ ജമാഅ. സമഉം തഅത്തും ആദ്യത്തെ 2 കാര്യങ്ങൾ അത് ഉലാത്തുൽ അംറിനോടുള്ളതാണ്, ഭരണാധികാരികളോട്. അഥവാ ഇസ്ലാമിക സമൂഹം, ഇസ്ലാമിക രാഷ്ട്രത്തിൽ ബൈഅത്ത് ചെയ്ത് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഇസ്ലാമിക ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും വാജിബായിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ആ ഭരണാധികാരി എത്ര അക്രമിയും തെമ്മാടിയുമാവട്ടെ, നമ്മുടെ പണം കൊള്ളയടിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ കൂടി അള്ളാഹുവിനെ ധിക്കരിക്കാൻ കൽപ്പിക്കാത്തോടത്തോളം, നിർബന്ധിക്കാത്തോടത്തോളം കാലം ആ ഭരണാധികാരിയെ അനുസരിക്കുക, കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് ആ ഒരു മുസ്ലിമിന്റെ, ബൈഅത്ത് ചെയ്ത മുസ്ലിമിന്റെ, ആ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ആളുകളുടെ മേലെ നിർബന്ധമായിട്ടുള്ള കാര്യം, വലിയ അസ്ലാണ്. അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അഹ്ലുസുന്നത്തിന്റെ അഖീദയിൽ പിഴച്ച കക്ഷികളൊക്കെ ഭരണാധികാരിക്ക് എതിരിൽ നിൽക്കേണ്ട ആ നിലപാടിൽ പിഴച്ച് എതിരായിട്ട് ഇറങ്ങുന്നവരായിരിക്കും. ഇത് വളരെ ഗൗരവത്തിൽ വിശദീകരിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കുക, ഇസ്ലാമിക ലോകത്തിൽ ബൈഅത്ത് ചെയ്യപ്പെട്ട ഭരണാധികാരികളോട് കേൾവിയും അനുസരണം ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ വിഷയത്തിൽ പെട്ടതാണ്. സമഉം തഅത്തും. മൂന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ജിഹാദ്. ജിഹാദ് നമുക്കറിയാം, അള്ളാഹുവിന്റെ കലിമത്ത് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ധർമ്മസമരം. ആ ജിഹാദ് യുദ്ധത്തിനിറങ്ങുക എന്നുള്ള ആശയത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലാണെങ്കിൽ, ഇവിടെ ആ ഒരു ജിഹാദിന്റെ ആ യാഥാർത്ഥ്യ ഹഖീഖത്തിയായ വശത്തിന് സാധ്യമല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു ജിഹാദ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്. അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി അവന്റെ നഫ്സിനെ പഠിപ്പിക്കുന്നവൻ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ, അവൻ മുജാഹിദാണ്. നാലാമത്തേത് അൽ ഹിജ്റ. ഹിജ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹജറ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക എന്നാണ്. ഇസ്ലാഹിയായിട്ട്, സാങ്കേതികപരമായിട്ട് ഹിജ്റ പറഞ്ഞ എന്താണ്? കുഫ്രിന്റെ നാടിൽ നിന്ന് ഇസ്ലാമിന്റെ നാടിലേക്കുള്ള പാലായനം, ഒഴിവാക്കിയിട്ട് പോകല എന്നാണ്. അതിന്റെ ഒരു ആവശ്യകത ഇല്ലെങ്കിൽ കൂടി ഏതൊരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഹിജ്റ എന്താണ്? വൽ മുഹാജിറു മൻ ഹജറൽ ഖത്വായ വദ്ദുനൂബ്. പാപങ്ങളും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതും ഒഴിവാക്കുക എന്നുള്ളവൻ അവൻ മുഹാജിറാണ്. എന്നിട്ട് അഞ്ചാമത്തേത് പറഞ്ഞു വൽ ജമാഅ. വൽ ജമാഅ, ജമാഅ എന്നുള്ളതിന്റെ ഇതിന്റെ വിശദീകരണത്തിൽ 2 അഭിപ്രായം കാണാം. ഒന്ന്, ഖുർആനോടും സുന്നത്തിനോടും സഹാബാക്കൾ ഫഹ്മിനോടും യോജിച്ച് നിൽക്കുക എന്നുള്ളത്. മറ്റൊന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ ജമാഅത്ത്, ഒരു മുസ്ലിമീങ്ങൾ ഒന്നിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് ഇസ്ലാമിന്റെ ഏതൊരു കാര്യവും നടക്കുമ്പോൾ, ഒരു അമാല് നടക്കുമ്പോൾ ഒരു ജമാഅത്ത് ആവശ്യമാണ്. ഒരു നമസ്കാരത്തിനാവട്ടെ, എന്ത് കാര്യമാവട്ടെ, ഒരു ജമാഅത്താണെങ്കിൽ അതിനൊരു അമീറും ആവശ്യമാണ്. ആ അമീർ ഇല്ലെങ്കിൽ ജമാഅത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അമീറിന് സമഉം തഅത്തും ഉണ്ടായിരിക്കണം. ഒന്നാമത് പറഞ്ഞു ആ ജമാഅത്തിനോട് യോജിച്ച് നിൽക്കുക എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നഹു മൻ ഫാറഖൽ ജമാഅത ഖീദ ശിബ്രിൻ. ആരെങ്കിലും ഒരു ചാൻ ജമാഅത്ത് അകന്നു പോയാൽ, അഥവാ ഖുർആനിനെയും സുന്നത്തിനെയും സഹാബാക്കളുടെ ഫഹ്മിനെയും അല്ലെങ്കിൽ ഇസ്ലാമിക മുസ്ലിമുകൾ ഒന്നിച്ചിട്ടുള്ള ഒരു ജമാഅത്തിൽ നിന്ന് ഒരു ചാൺ അകന്നു പോയി കഴിഞ്ഞാൽ ഫഖദ് ഖലഅ റിബ്ഖത്തൽ ഇസ്ലാമി മിൻ ഉനുഖിഹി. അവന്റെ കഴുത്തിൽ നിന്ന് ഇസ്ലാമിന്റെ കയറാണ് പൊട്ടിച്ചു കളയുന്നത്. ഇസ്ലാമിന്റെ കയർ ഏതുപോലെ? ഒരു ഒട്ടകത്തിനെ അതിന്റെ യജമാനൻ കയറുകൊണ്ട് കെട്ടിയിടുന്ന എന്തിനാ?
അത് ഓടിപ്പോകരുത്. ഓടിപ്പോയി കഴിഞ്ഞാൽ അതിനെ ഉപദ്രവിക്കാൻ ആളുകൾ ഒരുപാടുണ്ടാവും. അതിനെന്തും ചെയ്യാം. അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരാൾ ഇസ്ലാമിന്റെ ജമാഅത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഒരു അമീറിന്റെ കീഴിലുള്ള മുസ്ലിം ജമാഅത്തിൽ നിന്ന് അകന്നു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവന് ഒരു കുറച്ച് അവൻ അതിലേക്ക് മടങ്ങി വരുന്നത് പോലെ ഇല്ല അയ്യർജ, അതിലേക്ക് മടങ്ങുന്നവരെ ഇസ്ലാമിന്റെ ചങ്ങല അവന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞതാണ് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ കവറിൽ ഒരുമിച്ച് പിടിക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമനിദ്ദഅ ദഅവൽ ജാഹിലിയ്യ ഫഇന്നഹു മിൻ ജുസാ ജഹന്നം, ആരെങ്കിലും ജാഹിലിയത്തിന്റെ വിളികൊണ്ട് വിളിച്ചാൽ അവൻ ജുസാ ജഹന്നം, നരകത്തിന്റെ തടിയാണ്, അഥവാ നരകത്തിലാണ് അവൻ. അതായത് മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനെ ഏതെങ്കിലും ഹിസ്ബായിട്ട്, ഏതെങ്കിലും തന്റെ വിഭാഗത്തിലേക്ക്, തന്റെ ഗോത്രത്തിലേക്ക്, തന്റെ ആൾക്കാരിലേക്ക് വിളിച്ചിട്ട് ഇസ്ലാമിന്റെ ഇജ്മാഇനെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ അവർ നരകത്തിന്റെ തടികളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിഅ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. ദീനിനെ പരസ്പരം ഭിന്നിപ്പിച്ച് മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്. അവരെ ഏതെങ്കിലും വിഭാഗത്തിന്റെ, ഏതെങ്കിലും ഹിസ്ബിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോത്രത്തിന്റെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ വിഭാഗത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം ആളുകളെ വേർതിരിച്ച് മുസ്ലിം ജമാഅത്തിനെ, മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചു കളഞ്ഞാൽ അവൻ നരകത്തിന്റെ തടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വഇൻ സല്ല വസാമ, അവൻ നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും അവൻ അങ്ങനെയാണോ? അവൻ നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും അങ്ങനെയാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇൻ സല്ല വസാമ, അവൻ നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും അതെ. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരു മുസ്ലിം ജമാഅത്ത് ഉണ്ടെങ്കിൽ, ഇന്നത്തെ നമ്മുടെ നാടുകളിൽ എത്രത്തോളം അത് ഉണ്ടെന്ന് അല്ലാഹു അലം, എന്നാൽ ഇസ്ലാമികമായിട്ടൊരു ജമാഅത്ത്, മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജമാഅത്ത് ഉണ്ടെങ്കിൽ അതിനെ ഛിന്ന ഭിന്നമാക്കി ഓരോ വിഭാഗങ്ങളാക്കി മാറ്റുന്ന ആളുകൾ അവർ നരകത്തിന്റെ നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും. അതായത് അത്ര ഗൗരവമുള്ള വിഷയമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫദഉ ബിദഅവല്ലാഹി അല്ലദീ സമ്മാകുമുൽ മുസ്ലിമീന അൽ മുഅ്മിനീന ഇബാദല്ലാഹ്, നിങ്ങൾ പരസ്പരം വിളിക്കേണ്ടത് അല്ലാഹു നിങ്ങളെ വിളിച്ച പേരുകൊണ്ടാണ്, അല്ലാഹു നിങ്ങൾക്കിട്ട പേരുകൊണ്ടാണ്. എന്തൊക്കെയാണ്? യാ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുസ്ലിം, മുഅ്മിൻ, ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകൾ. അങ്ങനെയാണ് നിങ്ങൾ പരസ്പരം വിളിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിന്റെ പേരിലേക്ക് ഒരു മുസ്ലിമീങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കരുത്. 10 കാര്യങ്ങളാണ് നാം ഇവിടെ പറഞ്ഞത്. 5 കാര്യങ്ങൾ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചത്, ബനൂ ഇസ്രായേലിന് കൽപ്പിക്കപ്പെട്ടത്. 5 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്, നമ്മളോട് കൽപ്പിച്ചത്. ഈ 10 കാര്യങ്ങളും നമ്മൾക്ക് ബാധകമാണ്. ഈ 10 കാര്യങ്ങളും നമുക്ക് ബാധകമായതാണ്. 10 കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. 1 തൗഹീദ്, നമസ്കാരം, നോമ്പ്, സദഖ, ദിക്റുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമഅൻ ത്വാഅ, ഭരണാധികാരികളുടെ കേൾവി അനുസരണം, ജിഹാദ്, ഹിജ്റ, അതുപോലെ തന്നെ അൽ ജമാഅ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.